നമ്മുടെ സൊസൈറ്റൽ സ്റ്റിഗ്മാസ് ഉണ്ട് അല്ലേ. ഇത്രയും പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ ആൾ വലിയ ഗുണമൊന്നുമില്ല. അതും നിങ്ങളുടെ ഇൻഡിവിജ്വൽ പ്രയോറിറ്റിയാണ്. ഓരോരുത്തരുടെ ഫോക്കസ് ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഏർലി മോർണിംഗ് ആണ് എൻ്റെ പ്രിഫേർഡ് ടൈം. പക്ഷേ ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി ദാറ്റ് രാവിലെ പഠിച്ചാലേ നമ്മുടെ തലയിൽ കയറൂ എന്നുള്ളത്. പണ്ടത്തെ അച്ഛനമ്മമാരാണെങ്കിൽ ഒത്തിരി സ്ട്രിക്റ്റ് ആവുന്ന ഒരു ടൈമാണ് ടുവേർഡ്സ് ദി എക്സാം എന്ന് പറയുന്നത് അല്ലേ. കേബിൾ കട്ട് ചെയ്യുന്നു, ഫ്രണ്ട്സിനെ കാണണ്ട എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴത്തെ പാരൻസ് ഒന്നും അങ്ങനെയല്ല. ഹായ് ഹലോ, മൈ നെയിം ഇസ് ആദ്യ കേശവ് ആൻഡ് ഐ എം എ സൈക്കോളജിസ്റ്റ്. വെൽക്കം ടു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ കോൺസെപ്റ്റ് ഓഫ് സൈക്കോളജി. പലപ്പോഴും 10-ലോ 12-ലോ പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് കുട്ടിക്ക് മാത്രമല്ല നമുക്കും വളരെയധികം സ്ട്രെസ്ഫുള്ളായിരിക്കും. കാരണം ഒന്ന്, ഈ 10th and 12th മാർക്കിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അവർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുമ്പം ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റി കിട്ടാനായിട്ട് അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ ഭാഗമായിട്ട് ഒക്കെ തന്നെ ഈ 10ലെയും 12ലെയും മാർക്കുണ്ട്. അത് മാത്രമല്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ സൊസൈറ്റൽ സ്റ്റിഗ്മാസ് ഉണ്ട് അല്ലേ. ഇത്രയും പെർസെൻറ്റേജ് ഇല്ലെങ്കിൽ ആൾ വലിയ ഗുണമൊന്നുമില്ല, നമ്മുടെ ജീവിതം മുഴുവനായിട്ട് അവിടെ തന്നെ ഇല്ലാതെയാകും എന്നൊക്കെയുള്ള ധാരാളം മിസ്കോൺസെപ്റ്റ്സും നമ്മുടെ ആ ഒരു 10ലെയും 12ലെയും മാർക്ക് ബേസ്ഡ് ചെയ്തുകൊണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും നല്ല രീതിയിൽ നമ്മുടെ മാക്സിമം പൊട്ടൻഷ്യൽ എക്സാം ഡേയ്സിൽ കൊണ്ടുവരാനായിട്ട് എന്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും? നല്ല സ്റ്റഡി ടെക്നിക്സ് ഹെൽപ്പ് ചെയ്യും. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു 7 months, ഇപ്പോൾ ജൂലൈ ആണ്, ഒരു ഫെബ്രുവരി വരെ നമ്മൾ നോക്കിയാൽ ഒരു 7 months ആണ് നമ്മുടെ കയ്യിലുള്ളത് 10ലെയും 12ലെയും മാർക്ക് ബെറ്റർ ആക്കാനായിട്ട്. സോ ഈ ഒരു 7 monthsനെ 4 ഫേസസിലായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു ലോങ് ടേം വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പേസ് ലേണിംഗ് ടെക്നിക്ക് അഥവാ കുറേശ്ശെ നമ്മൾ പഠിക്കുന്നു, കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ റിട്ടൻഷൻ പവർ കൂടുമെന്നാണ് സ്റ്റഡീസ് പ്രൂവ് ചെയ്തിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 10 to 15% ഓഫ് നമ്മുടെ പെർഫോമൻസ് ക്രാമ്പ് ആവാൻ അല്ലെങ്കിൽ കുറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്ഫുൾ സ്റ്റഡീസാണ്. അത് മാത്രമല്ല, പലപ്പോഴും പരീക്ഷാകാലം ആകുമ്പോഴത്തേക്ക് ഉറക്കമില്ലാത്തൊരു കാലഘട്ടം പോലെയാണ് അല്ലേ. അപ്പോൾ എന്തിനാണ് നമ്മൾ അത്രയും ഡിഫിക്കൽട്ടായിട്ട് പഠനത്തിനെ കാണുന്നത് അല്ലെങ്കിൽ പരീക്ഷയെ കാണുന്നത്? റാദർ ലെറ്റ്സ് ത്രൈവ് ഡ്യൂറിങ് ദി എക്സാം ടൈം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിനെ ഒരു 4 phase ആയിട്ട് ഡിവൈഡ് ചെയ്ത് സംസാരിക്കാൻ പോവുകയാണ്. ഗ്രാബ് എ നോട്ട്ബുക്ക് ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. ഇനി നമുക്ക് phase 2ലേക്ക് പോവാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ phase 1 നമ്മൾ കൺസിസ്റ്റൻസിയാണ് നോക്കുന്നത്, എത്രത്തോളം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളത്. phase 2 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഡീപ്പനിങ് അവർ അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ നേരത്തെ എല്ലാം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ടാണോ നമ്മൾ പഠിക്കുന്നത്, അതോ എന്തെങ്കിലും മാറ്റം നമ്മൾ പഠനത്തിൽ വരുത്തണമെന്ന് അറിയണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മാത്സിൽ ജോമെട്രിയാണ് ചെയ്യുന്നതെങ്കിൽ ജോമെട്രി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം ചെയ്യുക. അത് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവുക. നൗ വൈ നമ്മൾ അങ്ങനെ പഠിക്കുമ്പോൾ ലിങ്ക് ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും. ഈ ഒരു ഏരിയയിൽ നിന്ന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, എത്ര പെർസെൻറ്റേജ് ഓഫ് മാർക്കാണ് ഇത് റിലേറ്റഡ് ആയിട്ട് മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കാണുന്നത്, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ബേസിക്കലി phase 2 നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ സൈഡിലേക്കാണ് വരുന്നത്. നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മനസ്സിലാക്കുന്നു. ഈ ഒരു സമയത്ത് 1 to 2 hours മതിയാവുമോ? പോരാ, ഒരു 2 to 2.5 hours എങ്കിലും നമ്മൾ യൂസ് ചെയ്യുക. കാരണം ഈ എക്സാംസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് വരണം എന്നുണ്ടെങ്കിൽ ടൈം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എക്സാം ടൈമിലല്ല സ്ട്രെസ് ഔട്ട് ചെയ്യേണ്ടത്, ഇപ്പോഴാണ് നമ്മൾ ആക്ച്വലി സ്ട്രെസ് ഔട്ട് ആവേണ്ടത്. എങ്ങനെയാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടോ, കാര്യങ്ങളൊക്കെ എങ്ങനെ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ അനലൈസ് ചെയ്യണം എന്നുള്ളത് ഈ ഒരു ഫേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി രാവിലെയാണോ പഠിക്കേണ്ടത്, വൈകുന്നേരമാണോ പഠിക്കേണ്ടത്, അതും നിങ്ങളുടെ ഇൻഡിവിജ്വൽ പ്രയോറിറ്റിയാണ്. ഓരോരുത്തരുടെ ഫോക്കസ് ടൈമും ഡിഫറെൻ്റ് ആയിരിക്കും. എന്നെ സംബന്ധിച്ച് ഏർലി മോർണിംഗ് ആണ് എൻ്റെ പ്രിഫേർഡ് ടൈം. പക്ഷേ ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി ദാറ്റ് രാവിലെ പഠിച്ചാലേ നമ്മുടെ തലയിൽ കയറൂ എന്നുള്ളത്. നിങ്ങളുടെ ഫോക്കസ് ടൈം എപ്പോഴാണോ ആ ഒരു സമയം നിങ്ങൾ കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്ട്സിന് സമയം കൊടുക്കുക. സോ ദാറ്റ് യുവർ അണ്ടർസ്റ്റാൻഡിങ് വിൽ ബി ബെറ്റർ. ആൻഡ് ഇത്തരത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ 60% ഓഫ് അവർ റിട്ടൻഷൻ ഇസ് ഇംപ്രൂവിങ്. ഓക്കെ, അതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലൈഫ് ബാലൻസും കൂടെ കീപ്പപ്പ് ചെയ്യുക. ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്ടിവിറ്റീസും കൂടെ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ ചെയ്യേണ്ടതാണ്. സോ phase 2 ഇസ് ഓൾ അബൌട്ട്
ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് സ്റ്റാർട്ടിങ് വിത്ത് യുവർ ലൈറ്റ് റിവിഷൻസ്. അപ്പോൾ ഫേസ് 1ഉം ഫേസ് 2ഉം കഴിഞ്ഞ് നമ്മൾ ഫേസ് 3യിലേക്ക് പോവുകയാണ്. പണ്ടത്തെ അച്ഛനമ്മമാരാണെങ്കിൽ ഒത്തിരി സ്ട്രിക്റ്റ് ആവുന്നൊരു ടൈമാണ് ടുവേർഡ്സ് ദി എക്സാം എന്ന് പറയുന്നത്. അല്ലെ, കേബിൾ കട്ട് ചെയ്യുന്നു, ഫ്രണ്ട്സിനെ കാണണ്ട എന്ന് പറയുന്നു. പക്ഷേ ഇപ്പോഴത്തെ പാരൻസ് ഒന്നും അങ്ങനെയല്ല. കുറച്ചും കൂടി അവർ ലീനിയൻ്റ് ആണ്. അവർക്കറിയാം ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് ദാറ്റ് ദ ചൈൽഡ് ഷുഡ് ബി എൻഗേജിങ് വിത്ത് ദ സൊസൈറ്റി അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ സ്ട്രെസ് എന്നുള്ളത്. സോ ആ ഒരു മെൻ്റൽ റിലാക്സേഷനോടൊപ്പം തന്നെ കുറച്ചൊക്കെ നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട സമയം കൂടിയാണിത്. ദാറ്റ് ഈസ് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ റാൻഡമായിട്ടല്ല നമ്മൾ ഇനി മുതൽ ചെയ്യേണ്ടത്, ടൈംഡ് ആയിട്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, എൻ്റെ സൈക്കോളജി പേപ്പർ 1 hour 45 minutes ആണ്, 98 മാർക്കിനുള്ള പേപ്പറാണ്. ടോട്ടൽ 6 സെക്ഷൻസ് ആണ് ഉള്ളത്. അത് ഓരോ സെക്ഷനും 16 മാർക്സ് വെച്ചാണ് വരുന്നത്. അപ്പോൾ എൻ്റെ പരീക്ഷാ പേപ്പറിൽ ഒരു ചോദ്യത്തിന് 1 minute മതി. എന്നാൽ മാത്രമേ ഈ ടൈം നമ്മൾ മാച്ച് ചെയ്യാനായിട്ട് പറ്റും. എക്സാം ഹാളിൽ കുട്ടികൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് അടിക്കുന്നത് ടൈമിനെ കുറിച്ചാണ്. അയ്യോ തീർക്കുമോ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ മെമ്മറി അന്നേരം ബ്ലോക്ക് ആവുകയാണ്. സോ ഇത്തരത്തിൽ ടൈംഡായിട്ട് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ആ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുകയും 20% അവരുടെ ആ ഒരു എക്സാം റിട്ടൻഷൻ പവർ കൂട്ടാനും സാധിക്കും. അപ്പോൾ എങ്ങനെ ഇത് നമുക്ക് ചെയ്യാം? നമ്മൾ പഠിച്ചു കഴിഞ്ഞ സബ്ജക്ട്സിനെ ബേസ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ സെക്ഷൻസിനെ ബേസ് ചെയ്തും ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ ഓർക്കുക, ക്രിക്കറ്റ് കാണുമ്പോഴോ സീരീസ് കാണുമ്പോഴോ ഒന്നുമല്ല നമ്മളിത് ചെയ്യേണ്ടത്. വളരെ ക്വയറ്റായിട്ട്, കാരണം എക്സാം ഹാൾ ഇസ് ഓൾവേസ് ക്വയറ്റ് അല്ലേ, അത് എവിടെയാണെങ്കിലും എക്സാം ഹാൾ ഇസ് സെറ്റ് ടു ബി ക്വയറ്റ്. അപ്പം ആ ഒരു ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നിങ്ങളുടെ ഡെസ്കിൽ വെച്ച് വേണം നിങ്ങൾ ഈ ഒരു എക്സാം അല്ലെങ്കിൽ ഈ എക്സാം പാറ്റേണിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യാനായിട്ട്. കാരണം ഇൻറ്റൻസിഫൈങ് യുവർ എക്സാം റിസൾട്ട്സ് ആണ് ഇവിടെ അല്ലേ. അപ്പോൾ അത് ആ ഒരു മെത്തേഡിൽ തന്നെ ചെയ്യുക. ഇതിനോടൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് യു മെയിൻറ്റെയിൻ എ പ്രോപ്പർ ലൈഫ് ബാലൻസ് സോ ദാറ്റ് യു വിൽ നോട്ട് ഫീൽ ബേൺഡ് ഔട്ട്. ഈക്വലി നിങ്ങളുടെ ഉറക്കം, പലപ്പോഴും എക്സാം ടൈം ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ഉറക്കം കുറയ്ക്കല്ല. ഒരു 7 to 9 hours എങ്കിലും ഉറങ്ങാനായിട്ട് ശ്രമിക്കുക. നമ്മൾ ഈ പറയുന്ന 7 മാസത്തിൽ ഇപ്പോഴേ ഇത് തുടങ്ങുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ആ ഒരു 7 to 9 hours ഉറങ്ങാനായിട്ട് സാധിക്കും. ആൻഡ് ഈ ഉറക്കം നിങ്ങളുടെ 70% ഓഫ് റിട്ടൻഷനെയും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഹാവ് എ ഗുഡ് സ്ലീപ്പ് ടുവേർഡ്സ് യുവർ എക്സാം ടൈം. സ്ട്രെസ്ഡ് ഔട്ട് ആവണ്ട. നിങ്ങളുടെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ടൈംഡായിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ എക്സാം ക്വസ്റ്റ്യൻ പാറ്റേണും നിങ്ങൾക്ക് മനസ്സിലാകും, ടൈം എങ്ങനെ എവിടെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് ഈസിയാണ്, നമുക്ക് ഉറപ്പായിട്ട് മാർക്ക് കിട്ടും എന്നുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. രണ്ടാമത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക. മൂന്നാമത് മാത്രം നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുക. ആൻഡ് ഈ കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻസ് എടുക്കുമ്പോൾ ഷോർട്ട് ഡൗൺ, എന്താണ് നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന പോയിന്റ്സ് അത് ഷോർട്ട് ഡൗൺ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഓർത്ത് വരുമ്പോൾ ചിലപ്പോൾ അറിയാവുന്ന പോയിന്റ്സും കൂടെ മറന്നു പോകും. സോ ദിസ് ഈസ് യുവർ ഫേസ് 3. അപ്പോൾ നമ്മുടെ മോക്ക് എക്സാം ഒക്കെ കഴിയുമ്പോഴാണ് നമ്മൾ ഫേസ് 4ലേക്ക് പോകുന്നത്. മോക്ക് എക്സാം കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെയാണ് നമ്മുടെ സ്ട്രോങ് ഏരിയാസ്, എവിടെയൊക്കെയാണ് നമുക്ക് ഗ്യാപ്പ് ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മുടെ ഫേസ് 4 റിവിഷൻസ് ആസ് വെൽ ആസ് നമ്മുടെ ആ ഒരു മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസൊക്കെ പ്ലാൻ ചെയ്യാനായിട്ട്, സ്പെഷ്യലി നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റ് അല്ലേ. അപ്പോൾ റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്യാപ്പ് ഫില്ലേഴ്സ് ആണ്. എവിടെയാണ് നിങ്ങൾക്ക് മോക്ക് എക്സാമിൽ പ്രോബ്ലംസ് തോന്നുന്നത് ആ ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനെ കുറച്ചും കൂടെ സിമ്പിളായിട്ടുള്ള ടേംസ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മനസ്സിലാക്കുക. അല്ല നിങ്ങൾക്ക് മറ്റൊരാൾ പറഞ്ഞു തരുന്നതാണ് ഈസി, അതല്ലെങ്കിൽ ഇപ്പോൾ ധാരാളം യൂട്യൂബ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, വിഷ്വൽ ലേണേഴ്സ് ആണെങ്കിൽ അത് കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നൗ എങ്ങനെയാണ് ഇവിടെ നമ്മളൊരു ടൈം കൊണ്ടുവരാൻ പോകുന്നത്? ആദ്യത്തെ ഫേസിൽ നമ്മൾ 1 to 2 hours ആണ് പഠിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 3 to 4 hours സ്റ്റഡീസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യണം. ഇതിൽ 4 hours നമ്മൾ ഇനി പഠിക്കാനൊന്നുമില്ല അല്ലേ, കാരണം മോക്ക് എക്സാം വരെ കഴിഞ്ഞു, നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ റിവിഷൻ ചെയ്യുന്നു, ഒപ്പം പ്രാക്ടീസ് ചെയ്യുന്നു. ഒരു 50% റിവിഷനും 50% പ്രാക്ടീസിനുമാണ്. പാസ്റ്റ് പേപ്പേഴ്സ് എത്രത്തോളം ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിഷ്യലാണ്. ഇപ്പോൾ ധാരാളം 5 years 10 years പാസ്റ്റ് പേപ്പേഴ്സൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പാസ്റ്റ് പേപ്പേഴ്സ് എടുക്കുക,
ടൈംഡ് ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെയ്യുക. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കടന്നു പോകുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ആ എക്സാം ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ആ കോൺസെപ്റ്റിലേക്ക് പോവുക. ഒരിക്കലും ആൻസർ സ്കീമിലേക്ക് പോകല് അല്ലെങ്കിൽ മാർക്കിംഗ് സ്കീമിലേക്ക് പോകല്, ആ കോൺസെപ്റ്റിലേക്ക് പോവുക. കോൺസെപ്റ്റ് ക്ലിയർ ആക്കിയതിന് ശേഷം എഴുതി നോക്കുക. എഴുതി നോക്കിയതിന് ശേഷം മാർക്കിംഗ് സ്കീമിൽ നോക്കി ആ ഗ്യാപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്തുകൊണ്ടാണ് മാർക്കിംഗ് സ്കീമിലേക്ക് ഡയറക്റ്റ് പോകലെന്ന് പറയുന്നത്? ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമായിരിക്കില്ല, ഇതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻ ഇനിയും വരുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾ കോൺസെപ്റ്റ് അറിയാതെ ഡയറക്റ്റായിട്ട് മാർക്കിംഗ് സ്കീമിൽ പോയി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു ഗുണവും ഇല്ല അല്ലേ? ആ ഒരു സമയം നമുക്ക് പാസ്സായി കിട്ടും, പക്ഷേ നമ്മുടെ മെയിൻ ആ കോൺസെപ്റ്റ് നമുക്ക് സ്റ്റിൽ ക്ലിയർ ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം മാർക്കിംഗ് സ്കീമിലേക്ക് പോവുക. ആൻഡ് എക്സാം ടിപ്സ്, അതായത് നമുക്ക് ഇതിന് മുമ്പേ ഈ എക്സാം പേപ്പേഴ്സൊക്കെ കിട്ടുമ്പോഴത്തേക്ക് അതിൽ എന്താണ് എക്സാമിനർ നോക്കുന്നതെന്ന് കാണുമല്ലോ, അതൊന്ന് വായിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം എക്സാമിനേഴ്സ് റിപ്പോർട്ട് എപ്പോഴും എന്താണ് ആ ക്വസ്റ്റ്യനിൽ നിന്നുള്ള എക്സ്പെക്റ്റേഷൻ എന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട്, അനലൈസ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഓർക്കുക, ഇത്രയും നമ്മൾ സ്പേസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ 70% നിങ്ങൾ എല്ലാം ഓർത്ത് നിങ്ങളുടെ പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവുകയില്ല, നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് സാധിക്കും. അന്നേരവും ആരും നിങ്ങളെ സ്ട്രെസ് ചെയ്യാൻ വരില്ല, അയ്യോ പഠിച്ചില്ലേ, എന്താ പഠിക്കാത്തത് എന്നുള്ള യാതൊരു കോൺസെപ്റ്റ്സും ഇല്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് നിങ്ങളുടെ സോഷ്യൽ ലൈഫും നിങ്ങളുടെ സ്റ്റഡീസും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെക്നിക്ക് ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റാർട്ട് വിത്ത് phase 1. ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ പഠനത്തിനോടൊരു ഇഷ്ടം വരും. റാദർ നമ്മൾ എല്ലാവരും എഴുതി പഠിക്കുന്നു, ഞാനും എഴുതി പഠിക്കട്ടെ അല്ലെങ്കിൽ ഞാനും വായിച്ച് പഠിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡീസ് നിങ്ങൾക്ക് ബോറിംഗ് ആയിരിക്കും. Try to find out what learning style you have and learn accordingly. കുറേശ്ശെ ആദ്യത്തെ ദിവസം തന്നെ 1-2 മണിക്കൂർ കുത്തിയിരുന്ന് പഠിക്കേണ്ട. 15 minutes 30 minutes അങ്ങനെ സ്ലോ ആയിട്ട് തുടങ്ങാനുള്ള സമയം നിങ്ങൾക്ക് ഇപ്പോഴുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റിവിഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്യാപ്സ് അനലൈസ് ചെയ്തിട്ട് വേണം റിവിഷൻസ് പ്ലാൻ ചെയ്യാനായിട്ട്. ആൻഡ് ഓൾസോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഹൗ യു ഡു ദ പ്രാക്ടീസ്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാകാതെ പോകും. സോ ഇപ്പോൾ 7 മാസം ഉണ്ടല്ലേ, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടെ ക്വിക്കറായിട്ട് എന്തൊക്കെയാണ് സ്റ്റഡി സ്കിൽസ് അല്ലെങ്കിൽ സ്റ്റഡി സ്കെഡ്യൂൾസ് കുറച്ചും കൂടെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ phase 1 പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്ന് പറയുന്നതായിരിക്കും. സോ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ സ്ട്രെസ് ഫ്രീ സ്റ്റഡി ടൈം. അപ്പോൾ നിങ്ങളൊരു കുട്ടിയായിരിക്കാം, 10ലോ 12ലോ പരീക്ഷ എഴുതാൻ പോകുന്നൊരു കുട്ടിയായിരിക്കാം, അതല്ലെങ്കിൽ ഒരു കുട്ടിയുടെ രക്ഷകർത്താവായിരിക്കാം. നമുക്ക് ഈ ഒരു പഠനത്തിനെ ലളിതമാക്കാനായിട്ട് 4 ഫേസിലേക്ക് ഈ ഒരു 7 monthsനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് ഇതുവരെ സ്റ്റഡി ഹാബിറ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പറായിട്ടുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റഡി ഹാബിറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തത് phase 2. phase 2ൽ നമ്മൾ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്, സബ്ജക്റ്റ് നോളജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ലൈറ്റ് റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുമാണ്. phase 3 നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇൻറ്റൻസ് സ്റ്റഡീസിലേക്കും അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുമാണ്. പലപ്പോഴും പരീക്ഷാ പേപ്പറാണ് നമുക്ക് പേടി. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നു എന്നുള്ളത് പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നേരെ മറിച്ച് നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പ്രോപ്പർ ഐഡിയ കിട്ടും നമ്മുടെ പേപ്പർ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. ആൻഡ് ഫോർത്ത് വൺ, എക്സാം ടൈമിൽ നമ്മൾ സ്ട്രെസ് അല്ല അടിക്കേണ്ടത്, വളരെ മൈൻഡ്ഫുള്ളായിട്ടാണ് ഇരിക്കേണ്ടത്. സോ phase 4 is all about revision as well as stress management. അപ്പോൾ slowly and steadily let's start with this long study techniques. അപ്പോൾ നമ്മൾ phase 1ലേക്ക് കടക്കുകയാണ്. ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഞാൻ ഈ പറയുന്ന ടെക്നിക്ക് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മാറ്റം വരുത്താം, പക്ഷേ ബേസിക് സ്ട്രക്ചർ ഇത് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫസ്റ്റ് തിങ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റഡി ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണം. സ്റ്റഡി ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സ്റ്റഡി ടൈപ്പ് അല്ലെങ്കിൽ ലേണിംഗ് സ്റ്റൈൽ എന്താണെന്ന് കഴിയുന്നത്ര ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. വാട്ട് ഈസ് മെൻ ബൈ ലേണിംഗ് സ്റ്റൈൽ? എന്താണ്, ഏത് രീതിയിൽ പഠിക്കുന്നതാണ് നിങ്ങൾക്ക്
എളുപ്പം എന്നുള്ളത് മനസ്സിലാക്കുക. ചിലർക്ക് വീഡിയോസൊക്കെ കണ്ടു പഠിക്കാനായിരിക്കും ഇഷ്ടം, ചിലരെ സംബന്ധിച്ച് എഴുതി പഠിക്കുന്നതായിരിക്കും, ചിലർക്ക് ഈസി ആയിട്ട് ഒന്ന് വായിച്ചാൽ തന്നെ മതി, പെട്ടെന്ന് അത് തലയിൽ കയറും. അപ്പം നമ്മുടെ ലേണിംഗ് സ്റ്റൈൽ ഏതാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ 50% ഓഫ് ദ ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും. അല്ല, ഇപ്പോൾ എല്ലാവരും എഴുതി പഠിക്കുന്നു, ഞാനും എഴുതി പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എനിക്ക് വായനയിലൂടെ അല്ലെങ്കിൽ വായിക്കുന്നതിനോടൊപ്പം ജസ്റ്റ് സ്ക്രിബിൾ ചെയ്യുന്നതാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ലേണിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഒരു കോമ്പിനേഷൻ സ്റ്റൈലാണ്. അപ്പോൾ നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈൽ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ടീച്ചറിൻ്റെ അടുത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂൾ കൗൺസിലറിൻ്റെ അടുത്തായിരിക്കാം, ആരോടെങ്കിലും ഒന്ന് ചോദിച്ചത് മനസ്സിലാക്കുക. അതിനുശേഷം സ്റ്റാർട്ട് ചെയ്യുക. വൺസ് നിങ്ങളുടെ ലേണിംഗ് സ്റ്റൈല് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യം ആലോചിക്കുക, അവസാനം ഒരു 5-6 മണിക്കൂർ ഉറങ്ങാതെ ഇരുന്ന് പഠിക്കുന്നതാണോ അതോ ഇപ്പോഴേ പഠിച്ചു പോകുന്നതാണോ എളുപ്പം എന്നുള്ളത്. ഒരു 1 to 2 hours, അതിൽ കൂടുതലൊന്നും വേണ്ട, ഒരു 1 to 2 hours എങ്കിലും നിങ്ങളിപ്പോൾ പഠിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ സമയത്തും അതേ ഒരു ഈക്വൽ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ പഠിച്ചു പോകാനായിട്ട് സാധിക്കും. ഈ 1 to 2 hours കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷേ ഐ വുഡ് പ്രിഫർ യു ടു സ്റ്റഡി ഫോർ 30 minutes. ആ ഒരു 30 minutesൽ 25 minutes ഇൻറ്റൻസ് സ്റ്റഡി ആയിരിക്കും, ഒരു 5 minutes നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒരു റിമംബ്രൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ 5 minutes നിങ്ങൾക്ക് ബ്രേക്ക് എടുക്കാം. ബ്രേക്ക് എടുക്കുന്ന സമയത്ത് വീണ്ടും നമുക്ക് ടി വി കാണാനോ അല്ലെങ്കിൽ നമുക്ക് സ്ട്രെസ്ഫുൾ ആകുന്ന അല്ലെങ്കിൽ നമ്മുടെ കൊഗ്നിറ്റീവ് ചിന്തയെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല, നേരെ മറിച്ച് ഒരു പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ ഒന്ന് നടക്കാം, അല്ലെങ്കിൽ ഒരു ക്വിക്ക് ബ്രേക്ക് എടുക്കാം, ലൈക്ക് ടു ഹാവ് യുവർ ഫേവറേറ്റ് ഡ്രിങ്ക് ഓർ സ്നാക്ക് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്. ഒരു 5 minute ബ്രേക്ക് എടുക്കുക. അപ്പോൾ 25 minute പഠിക്കുക, 5 minute ബ്രേക്ക് എടുക്കുക. അപ്പോൾ ഈ ഒരു 5 minute ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ബ്രേക്ക് വേണം എടുക്കാനായിട്ട്, കൊഗ്നിറ്റീവ് ഓവർലോഡ് വരാത്ത രീതിയിൽ. ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് ടി വി കാണലെന്ന് പറയുന്നത്, നമുക്ക് എപ്പോഴും ടി വി ഒക്കെ കാണുമ്പോഴത്തേക്കും ഒരു ആകാംക്ഷയാണ്, അടുത്തത് എന്ത് നടക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും ചിന്തിക്കുകയാണ്. അതില്ലാതെ ഒരു പാട്ട് കേൾക്കാം, അല്ലെങ്കിൽ നടക്കാം, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ റിലാക്സ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ബ്രേക്ക് എടുക്കുക. ഇതിനെ പൊമോഡോ ടെക്നിക്ക് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി വെരി എഫക്റ്റീവ്. ഒത്തിരി റിസർച്ചേഴ്സ് നടത്തിയിട്ടുള്ള ഒരു സ്റ്റൈലാണിത്. ആൻഡ് ഇറ്റ് ഈസ് സെറ്റ് ടു ബി വെരി എഫക്റ്റീവ്. നമ്മുടെ റിട്ടൻഷനെ കൂട്ടാനായിട്ടും ഈ ഒരു ടെക്നിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഹൗ ഫിസിക്കലി ആക്റ്റീവ് വി ആർ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, ജിമ്മിലൊക്കെ പോയി തുടങ്ങുന്ന സമയത്ത് ആദ്യം നമുക്കൊരു ഇറിറ്റേഷൻ ആയിരിക്കും, അയ്യോ പോകണമല്ലോ എന്നുള്ളതായിരിക്കും. പക്ഷേ ഒരു 10-15 ദിവസം നമ്മൾ പോയി അത് നമ്മുടെ ഒരു ഹാബിറ്റായി കഴിഞ്ഞാൽ നമുക്ക് അത് ചെയ്യാത്തപ്പോഴായിരിക്കും ഒരു എനർജി കുറയുന്നത് പോലെ തോന്നുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ജിമ്മിൽ പോകണം എന്നല്ല ഞാൻ പറയുന്നത്, ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. ഇറ്റ് ക്യാൻ ബി എ ബാഡ്മിൻ്റൺ ഗെയിം ഓർ ഒന്ന് നടക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി, ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. സോ ദാറ്റ് നിങ്ങളുടെ ഫോക്കസിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഹെൽപ്പ് ചെയ്യും. കാരണം ഫിസിക്കലി നമ്മൾ ആക്റ്റീവ് ആകുമ്പോൾ നമ്മുടെ ഐ ഹാൻഡ് കോർഡിനേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ പ്രസൻറ്റിലേക്ക് ഇറങ്ങി വരുന്നതാണ്. സോ ഇത്തരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങളെ ഗ്രൗണ്ടഡ് ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു, നിങ്ങളുടെ ഫോക്കസ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. സോ ആലോചിക്കുക, 5 ദിവസം ഒരു 2 മണിക്കൂർ വെച്ച് പഠിക്കുന്ന കാര്യങ്ങൾ വീക്കെൻഡ് ആകുമ്പോൾ ഒന്ന് റിവൈസ് ചെയ്യുക. സോ ദ ബെസ്റ്റ് ടെക്നിക്ക് ഇസ് ദാറ്റ് നിങ്ങൾ ആദ്യം ഞാൻ പറഞ്ഞില്ലേ ലേണിംഗ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യുന്നത്, ലേണിംഗ് സ്റ്റൈൽ അഡാപ്റ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു റിവിഷനും കൂടെ നിങ്ങൾ സെറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ വീക്കെൻഡ് ആകുമ്പോൾ വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ആ ഒരു ക്രിയേറ്റ് ചെയ്ത മൈൻഡ് മാപ്പ് ആയിരിക്കാം, കീ ടേംസിൻ്റെ ഒരു സെറ്റ് ആയിരിക്കാം, ജസ്റ്റ് യു ഹാവ് ടു ഗോ ത്രൂ ആൻഡ് റിവൈസ് ഇറ്റ്. ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കാതെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. ആൻഡ് ദിസ് ഈസ് അവർ phase 1. ഇനിഷ്യലി കുറച്ച് ബോറിംഗ് ആയിരിക്കും, പക്ഷേ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ യു വിൽ ബി happily involving in each of these revision techniques.